എല്ലാ കൂട്ടുകാർക്കും JB2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരള ഫയർഫോഴ്സും കേരള സിവിൽ ഡിഫൻസ് സംഘങ്ങളും കൂടി ഇന്ന് ശബരിമല ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ എരുമേലിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ പേട്ടതുള്ളലാണ്. അപ്പോൾ കുറച്ച് പേട്ടതുള്ളൽ കണ്ടിട്ട് നമുക്ക് വേഗം പമ്പയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ പമ്പയിലെത്തി. അപ്പോൾ പമ്പയിലെ കുറച്ച് കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 മണി ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഇരുട്ടാണ്. അപ്പോൾ ഇതാണ് പമ്പ നദി. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. മണ്ഡലം 41-ന് ശേഷം ഇന്നാണ് നട തുറക്കുക. അതും ഉച്ചയ്ക്ക് ശേഷമാണ് നട തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ പോകുന്ന സമയത്ത് അയ്യപ്പ ഭക്തന്മാർക്ക് പോകാനുള്ള അനുവാദമല്ല. അപ്പോൾ നമ്മൾ പമ്പയിൽ കൂടി നടന്നു പോവുകയാണ്. അപ്പോൾ ഈ വലത് വഴിക്ക് കയറിയാലാണ് നമ്മൾക്ക് പമ്പ ഗണപതി കോവിൽ കാണുക. പക്ഷെ നമ്മൾ കയറി പോകുന്നത് വേറെ വഴിക്കാണ്. ഇവരാണ് ഇവിടുത്തെ രാജാക്കന്മാർ. ഈ ട്രാക്ടറിലാണ് ശബരിമലയിലേക്കുള്ള സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതാണ് ടോളി. അപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ കയറ്റി കൊണ്ടുവരുന്ന ഇവിടുത്തെ ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ പമ്പ കയറി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ മലയാണ്. അതുപോലെ തന്നെ നമ്മൾ വലത് ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ സ്വാമി അയ്യപ്പ റോഡാണ്. അതുവഴിയാണ് നമ്മുടെ ഈ ശബരിമലയിലേക്കുള്ള ഈ ട്രാക്ടറിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ അതുവഴിയാണ്. അതുപോലെ തന്നെ ശബരിമലയിൽ നിന്നും തിരിച്ചിറങ്ങുന്നത് അതുവഴിയാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. അതായത് നീലിമല, അപ്പാച്ചിമേട്, മരക്കോട്ടം വഴിയാണ് നമ്മൾ കയറി പോകുന്നത്. സാധനം കൊണ്ടുവരാനൊക്കെ ആംബുലൻസ് കയറി പോവാം. ആദ്യം കല്ലുമുട്ടിയുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി ആംബുലൻസ് ഉണ്ടാവും. ആ വണ്ടി മാത്രം കിട്ടുന്നു. കാശിനാഥൻ
നീലിമല ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നീലിമല കഴിഞ്ഞു, ഇനി അപ്പാച്ചിമേടിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കന്നിസ്വാമിമാർ ചെയ്യേണ്ട ഒരു വഴിപാടാണ് ഉണ്ട വഴിപാട്. അപ്പോൾ ഇവിടുത്തെ എമർജൻസി വെഹിക്കിളാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ നീലിമലയും അപ്പാച്ചിമേടൊക്കെ വഴി ഈ ചിമ്മിനി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുക. അപ്പം നമ്മൾ കയറുന്ന സമയത്ത് ഒരാൾ പോലും ഇവിടെ അല്ല. ഞങ്ങളുടെ സന്നിധാനം ഡ്യൂട്ടിയിലുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശബരിമല ഡ്യൂട്ടിക്ക് വരികയാണ്. രണ്ടാമതും നമ്മൾ സന്നിധാനം ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പച്ചമടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശബരി പീഠത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ശബരി പീഠത്തിൽ എത്തിക്കാണ്. ശബരി പീഠത്തിൽ എത്തി. അപ്പോൾ ഇതിലാണ് നമ്മൾ നാളികേരം ഉടക്കുക. അപ്പോൾ സ്വാമിമാരാരും എത്തി തുടങ്ങിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ജനസാഗരാവും. അപ്പോൾ ആ സമയത്ത് ഇവിടെ നിന്നും അടുക്കാൻ കഴിയില്ല. ശബരിപീഠം കഴിഞ്ഞ് ഇനി നമ്മൾ മരക്കൂട്ടത്തിലേക്ക് പോവാണ്. ഇപ്പം നമ്മൾ മരക്കൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. മരക്കൂട്ടത്തിലെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പം നമ്മൾ മരക്കൂട്ടത്താണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് അയ്യപ്പ റോഡ് വഴിയാണ് നമ്മൾ കയറി പോകുന്നത്. ശരംകുത്തി വഴി നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മളെ ഷെഡ് കിടക്കുന്നത് ഈ കാണുന്ന നമ്മൾ ഷെഡ്. അപ്പം ഇതാണ് അയ്യപ്പ റോഡ് വഴി. ഇതാണ് പമ്പയ്ക്ക് പോകുന്ന റോഡാണിത്. ഇതുവഴിയാണ് നമ്മളെ ട്രാക്ടറൊക്കെ ടീമൊക്കെ വരുന്നത്. മരക്കൂട്ടത്തിലാണ് നമ്മളെ ഡോളിയുടെ ചെക്കിംഗ് കൗണ്ടർ വെക്കുന്നത്. അപ്പോൾ ഡോളി ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് സന്യാനത്തേക്ക് പറഞ്ഞേക്കുള്ളൂ. ഈ വഴിയാണ് നമ്മൾ സന്യാനത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ മരക്കൂട്ടത്താണ്. ഞങ്ങൾ ഭയങ്കര ഫാസ്റ്റ് അല്ലേ? ശരംകുത്തികൾ കാണൂല, ഇനി കാണൂല. അത് താഴെ പത്ത് നമ്മൾ പോരുന്നേ. ശരണയ്യപ്പ. അപ്പോൾ
ഇങ്ങനൊരു ബോർഡ് ഇവിടെ ഉണ്ട്, ആരും തന്നെ ഇത് ചെയ്യ ഇങ്ങനൊരു ബോർഡ് ഇവിടെ ഉണ്ട്, ആരും തന്നെ ഇത് ചെയ്യരുത്. കാരണം ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യും, ഇവർ നമ്മളെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇവരെ ഏരിയയാണ്. വഴിവക്കിൽ മൂത്രഴിക്കാനൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ബയോ പ്ലാന്റാണ്. അപ്പോൾ മൂത്രഴിക്കാനുള്ള സജ്ജീകരണമൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ശബരിമലയിൽ നിന്നും ക്യാമറമാൻ ബിജു, JBT മീഡിയ. അങ്ങനെ ഇതാണ്ടോ നമ്മുടെ നടപ്പന്തലൊക്കെ കാലി കിടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. നടപ്പന്തൽ മൊത്തത്തിൽ കാലിയാണ്, സ്വാമിമാർ കയറി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടപ്പന്തലെത്തിയിട്ടുണ്ട്. നടപ്പന്തലിലെ ഈ ഗ്രില്ലിനിടയിലാണ് നമ്മൾ ഓരോ അയ്യപ്പ ഭക്തന്മാരും നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ കാണാറ്. അപ്പോൾ ഇന്നിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മണ്ഡലം 41 കഴിഞ്ഞ് നട തുറക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ സ്വാമിമാർ ആരും ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ മുഴുവൻ കാലി കിടക്കുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇതാ 18ാം പടിക്ക് താഴെ എത്തി. സ്വാമിയെ ശരണയ്യപ്പ. അപ്പോൾ നമ്മുടെ പരിപാവനമായ ആൽമരാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഈ ആടി കത്തി തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഈ ആൽമരം ഉണങ്ങാറില്ല, അത് തെഴുത്ത് വരിക ചെയ്യുക. അപ്പോൾ ഇന്ന് നട തുറക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 18 പടിക്ക് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമിയെ ശരണമയ്യപ്പ. ഇതാണ് പൊന്നമ്പലമേട്. അപ്പോൾ ഇവിടെയാണ് മകരവിളക്ക് കാണാറുള്ളത്. പൊന്നമ്പലമേട്ടിൽ അന്നദാനത്തിന് വന്നിട്ടുള്ള അരികളാണ്. ഇപ്പോൾ ഇവിടെ 3 നേരം അന്നദാനം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അന്നദാനം സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സ്പോൺസർ തരുന്ന അരികളാണ് ഈ കാണുന്നതൊക്കെ.
గణేష్ 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 இதுக்கு தான் வந்து இதாக வச்சுருந்தாங்க நிலையாக வச்சுருந்தாங்க